ഇതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റ് എടുത്ത് സ്റ്റമ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നോർമലിനെ കാട്ടി കുറച്ചുകൂടി ഓവർ ഹീറ്റ് ആവും. കാരണം ഈ ഒരു റേഡിയേറ്ററിലോട്ട് കറക്റ്റ് ആയിട്ടുള്ള എയർ ഫ്ലോ കിട്ടത്തില്ല. ഇതിന് എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ റേഡിയേറ്റർ ഫാൻസ് ഒക്കെ സാധാരണക്കാർ ഫ്രീക്വൻ്റ് ആയിട്ട് ഓൺ ആവുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. താഴെ നേരത്തെ മുകളിൽ വെച്ചപ്പോൾ ഇവിടെ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ചെയ്യുന്ന ചെറിയൊരു മോഡിഫിക്കേഷൻസ് പോലും നമ്മൾക്ക് വിചാരിക്കാത്ത രീതിയിലെ പണികളായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ഇതേപോലത്തെ ജുഗാട് പരിപാടിയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. അതിനുശേഷം നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ എന്ന് നല്ല രീതിക്ക് വാച്ച് ചെയ്യണം. പണി കിട്ടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റണം. അല്ല അതേ ശരിയെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരട്ടി പണി കിട്ടും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്നൊരു കാര്യം ചെയ്താൽ നാളെ രാവിലെ പണിയിട്ടൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒത്തങ്ങ് അടിച്ച് കിട്ടും. അത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഡൊമിനോൻ്റെ ഹെഡ് കൂടെ വെച്ചുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് താത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്ലോ നല്ല രീതിക്ക് റെസ്ട്രിക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ റേഡിയേറ്റർ ഫാനൊക്കെ നല്ല രീതിക്ക് ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഓൺ ആവുന്നത്. ഇതേപോലെ സെറ്റാക്കി ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ നിങ്ങളും ഈ ഒരു സാധനം സെറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതേപോലെയാണ് ഈ ഒരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വണ്ടി വെക്കുന്നത്. അത് വിൽക്കുന്നവന്മാരൊക്കെ നല്ല രീതിക്ക് കൺവിൻസിംഗ് ആയിട്ടായിരിക്കും പറഞ്ഞ് വിൽക്കുന്നത്. പക്ഷേ അത് വെച്ചാലും ഇതിനൊക്കെ വണ്ടികളിലേക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. ഇതേപോലത്തെ പണികൾ ചെയ്യാനും അതിൻ്റെക്കാട്ടി വലിയ പണികൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനും എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ വെച്ചേക്ക്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.